ഒരു കുളച്ചക്കാരുടെ ബോട്ട് വരുന്നുണ്ടേ. അവരുടെ അടുത്ത് കറിക്ക് മീൻ ചോദിച്ച് നോക്കാം, ചിലപ്പോൾ എല്ലാം കിട്ടിയാലോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അവരെന്തോ മീൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചുവെള്ളം പോയി മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. മീനും കൊടുത്തിട്ട് അവരിതോ തിരിച്ചു പോയി. അപ്പോൾ കൊച്ചുവെള്ളം നമ്മുടെ വലിയ വെള്ളത്തിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കുകയാണ്. എന്ത് മീനാണെന്ന് അടുത്ത് വരുമ്പോൾ അറിയാം. അവിടെ ഒരു ബക്കറ്റ് നിറച്ച് മീൻ കൊടുത്തിട്ടുണ്ട് അവർ. ആ ചെറിയ ചൂരയാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ചൂരക്കറിയും കൂട്ടി ചോറ് കഴിക്കാം. അപ്പം ഞങ്ങളിതുവരെ വല കോരിയില്ല, അതുകൊണ്ടാണ് വേറെ ഈ ബോട്ട് കണ്ടപ്പോൾ ചോദിച്ച് മേടിക്കാമെന്ന് വെച്ചത്. നല്ല ചെറിയ ചൂര, പൊള്ളലെന്നൊക്കെ പറയുന്നില്ലേ, ആ മീനാ സംഭവം. എന്തായാലും ഇനി ഇത് വെട്ടിയെടുക്കാം. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യമേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മൂപ്പിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് ഇനി പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വടക്കം പുളിയാണേ. ബാക്കി പുളിയും കൂടെ തട്ടിയിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചൂര ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചൂരക്കറി വെന്തിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ വെട്ടിത്തിളയ്ക്കുവാണ്. ഇനി തവിയിട്ടിളക്കി അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് എടുത്ത് കറക്കിയെടുക്കാം. ഇനി ശിവണ്ണനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉണ്ട്, നല്ല തല ഭാഗമാണ് ചൂരയുടെ. കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ഉച്ച സമയമായിട്ടുണ്ട്. ചോറ് കഴിക്കാം എല്ലാവർക്കും. ഒരാൾക്ക് 2 പീസ് വെച്ച് ചൂരയുണ്ടേ. നല്ല അടിപൊളി ചൂരക്കറിയും നല്ല ചൂട് ചോറും. ആ ചൂര എടുത്തൊന്ന് കടിച്ച് കാണിച്ചെന്നാ. അപ്പോൾ ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. ഇനി ഞാനിച്ചിരി കഴിക്കട്ടെ. ചൂരക്കറിയും ചൂട് ചോറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം.